ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കോട്ടയം വരെ പോയതായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ പോയതാണേ, ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ പാലാ മുതൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരുന്നേ. പാലാ മുതൽ നമ്മൾ ഓരോ കടയിൽ നോക്കി നോക്കി വരുമായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര തിരക്ക്. പിന്നെ ലാസ്റ്റ് നമ്മൾ താടിക്കാരൻ്റെ കടയിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചു. ഈ താടിക്കാരൻ്റെ കട എന്ന് പറയുമ്പോഴത്തേനും ചായപ്രേമിയാണേ. ചായപ്രേമിയിൽ 41 തരം ചായകളും അതിനനുസരിച്ചുള്ള ഷെയ്ക്ക്, ജ്യൂസ്, സ്നാക്സ് എന്ത് വേണ്ട എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായപ്രേമി കയറി ചായ കുടിക്കാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ അവിടെ കയറി അവിടെയുള്ള ആംബിയൻസും വൈബും എല്ലാം കണ്ടപ്പോഴത്തേന് എനിക്കങ്ങോട്ട് ഭയങ്കര ഒരു ചമ്മലും ഒക്കെ എന്തൊക്കെയോ പോലെ ആയിപ്പോയി. എൻ്റെ മൂടേ മാറിപ്പോയി കേട്ടോ. ഞാനൊരു ആപ്പിൾ ജ്യൂസുമാണ് പറഞ്ഞത്, ചേട്ടനൊരു ചായയും പറഞ്ഞു. എന്താ പറയുക, നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ. ഈ ഒരു ടൈമിൽ പോയിരുന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് നല്ല രസമാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അങ്ങോട്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചായയും ജ്യൂസും ഒക്കെ മാറി മാറി എടുക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിപ്പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഞാനെന്തായാലും ജ്യൂസൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കുടിച്ചു. നമ്മുടെ തൊടുപുഴയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കഫേ ഉണ്ടെങ്കിൽ അത് ഈ ചായപ്രേമിയാണ് കേട്ടോ. അടിപൊളിയാണ്. തൊടുപുഴ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിലാണ് കേട്ടോ ഈ കഫേ ഇരിക്കുന്നത്. അടിപൊളിയാണ്. ഇവിടെ രാത്രിയിലൊക്കെ വന്നിരിക്കുന്ന അടിപൊളിയാണ് കേട്ടോ. ഇതാണ് നൈറ്റിൽ അവിടുത്തെ ആംബിയൻസും ലൈറ്റും കാര്യങ്ങളും ഒക്കെ. പുറത്തിരിക്കുന്നവർക്ക് പുറത്തിരിക്കാം, അകത്തിരിക്കേണ്ടവർക്ക് അകത്തിരിക്കാം. അകത്ത് തന്നെ 3 സംവിധാനങ്ങളാണ് കേട്ടോ അവർ ആ ചേട്ടൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ എല്ലാ കഷ്ടപ്പാടും ഉണ്ട് അതിനകത്ത്, നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിയാണ്. ഇനി എവിടെയെങ്കിലും ചെന്നൊന്ന് വീണ് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.